ഹലോ, ഫ്രൈഡേ ഫ്ലെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഴുക്കട്ടയാണ്. അത് പണ്ട് അമ്മുമ്മ നമുക്ക് വീട്ടിൽ മിക്കവാറും ഉണ്ടാക്കി തരുന്ന ഒരു സ്നാക്ക് പോലെ കഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ്. അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് മട്ടയരി എടുത്തിട്ടുണ്ട്. അത് ഒരു 4-5 മണിക്കൂർ നമ്മൾ കുതിർക്കാനായിട്ട് വെക്കണം. കുതിർത്ത അരി വെള്ളം വാർന്ന് വയ്ക്കുക. പിന്നെ വേണ്ടത് അരമുറി തേങ്ങ ചിരകിയത്, പിന്നെ 1 സ്പൂൺ ജീരകം. ഇനി കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, അത് കുറേശ്ശെ മിക്സിയിലെ ജാറിലിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചെടുക്കണം. അത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അത് അരച്ചെടുക്കണം, തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണം, ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ഇനി തേങ്ങയും ആ ജീരകവും കൂടി ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ചതയ്ക്കുന്ന പോലെ ആവാവൂ, അത് അരഞ്ഞു പോകരുത്. ഇനി അരച്ച അരിയും അതുപോലെ തന്നെ തേങ്ങയും കൂടി നമ്മൾ ഒരു ബൗളിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, നല്ല ഒരു വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കുഴച്ച് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അടുപ്പിൽ വെള്ളം വെക്കണം എന്ന് പറഞ്ഞാൽ ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളമാണ് വെക്കേണ്ടുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഈ ബോൾസുകളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ബോൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ കുറുകി നല്ല കൊഴുക്കട്ട റെഡിയാകും. അതിലേക്ക് പഞ്ചസാര മിക്സ് ചെയ്താണ് സാധാരണ കഴിക്കാറ്. പിന്നെ പഞ്ചസാര കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പഞ്ചസാര ചേർക്കാതെയും കഴിക്കാം.